അതെ മന്മാട്ടാ, ഇതിപ്പോ ഇവര് തീരുമാനം ഉണ്ടാക്കുമെന്നും പറഞ്ഞാൽ നമ്മളിരുന്നാൽ നമുക്കും നാളെ ഇതാണ് അവസ്ഥ. നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റും. ആലോചിക്കുക, ഇത് നമ്മൾ മുന്നിട്ട് ഇറങ്ങിയാലേ കാര്യങ്ങൾ നടക്കും. വഴിയുണ്ട്. മാഷേ, പോയിട്ട് വരാം. അങ്ങനെ ആവട്ടെ. ഗുളിക തരാൻ സമയമാകുമ്പോൾ ഞാൻ വരാം. അങ്ങനെ ആവട്ടെ. ഓ എവിടെ കടിക്കാനാ നായക്കളെ ഞങ്ങൾ കിടന്ന് കുരയ്ക്കുന്നത്? ഒന്ന് മലർന്ന് കിടക്കാൻ കൊതിയായിട്ട് വയ്യ. ആ നായക്കളെ മുറ്റിട്ട് ആട്ടണോ അതിനെ? എന്നതാ കടിച്ച് കൊതി തീർത്തില്ല, അതുകൊണ്ട്. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. നമ്മുടെ കുട്ടികളൊന്നും നേരം വൈകിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് വീട്ടിലെത്താൻ പറ്റില്ല. നമ്മൾക്ക് ബേജാറാണ്. പിന്നാലെ നടക്കല്ലേ വിറ്റാ. ആർക്കെങ്കിലും ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ? ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇനിയിപ്പോ നമ്മുടെ പഞ്ചായത്തോ ഭരണകർത്താക്കളോ മുന്നിട്ട് ഇറങ്ങിയില്ലെങ്കിലും നിയമം എന്തായിക്കോട്ടെ, അത് നമ്മൾ നോക്കണ്ട. നമ്മുടെ പഞ്ചായത്തിലുള്ള സകലതിനെയും ഒരാളറിയാണ്ട് നമ്മൾ കൊന്നു തള്ളും. അത് എന്താന്ന് വെച്ചാൽ ചെയ്യാനുള്ള സൂതേട്ടൻ ചെയ്യും. എന്തെങ്കിലും ഒന്ന് ചെയ്യും സൂതേട്ടൻ. ഇവിടുത്തെ എല്ലാ നായ്ക്കളെയും നശിപ്പിക്കണം. പിന്നെ ഒരാളറിയാണ്ട് നമ്മൾ കൊന്നു തള്ളും. നമ്മുടെ പ്രദേശങ്ങളിലൊന്നും മെനയാകട്ടെ, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി ഇപ്പൊ എത്ര കാശ് വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. അതെ, അങ്ങനെ അത്ര കാശൊന്നും ചെലവാക്കണ്ട. അത്യാവശ്യം ഞാൻ 2-3 ബീഫ് റോസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ സുഖതേട്ടാ, ഈ ബീഫും പൊറോട്ടയൊക്കെ നമുക്ക് കാര്യം വിജയിച്ചതിന് ശേഷം കഴിക്കാം. നമുക്ക് തിന്നാനല്ല, പിന്നെ ഇതിലെ ഉഗ്ര വിഷാണ് ചേർത്തേക്കുന്നത് ബീഫിലാ. ഇത് 2 കഷ്ണം തിന്നാ മതി. അത് തിന്ന് സെക്കൻഡുകൾക്കുള്ളിൽ പായുന്ന നൊര വന്ന് പട്ടിച്ചത്തു. അല്ല, അപ്പൊ ഇത് എന്ത് അങ്ങനെ കൊടുക്കും നമ്മളിത്? ആ ദൗത്യം നമുക്ക് ഉണ്ണീനെ ഏൽപ്പിക്കാം. ഒന്നുകൂടെ വേഗം വായിയേ. ശരിയാവോ? അവൻ ശരിയാവുന്നു. നിങ്ങളിന്ന് ഇടകേറി ഒന്നും പ്രശ്നമാക്കാൻ മതി. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ചോളാം. എന്തെത്ര നേരം വൈകിയത്? എത്ര നേരം കാത്തുക്കണൂടെ? പത്രത്തിന്റെ പൈസ മേടിക്കാൻ പോണ്ടേ? രാവിലെ പോകാൻ പറ്റുമോ എവിടെങ്കിലും? നായ കടിക്കൂലേ? എന്താക്കലേന്ന്? നായ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പരിപാടികളിലൂടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിനാ വരാൻ പറഞ്ഞത്. ഇത് പരിപാടിയാണ്. ഇത് കുറച്ച് ബീഫ് റോസ്റ്റാ. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? വിശക്കുന്ന് പൊറോട്ട ഉണ്ടാവോ? എന്റെ സൂതേട്ടാ, ഇത് ശരിയാവൂല. എടാ, അത് നിനക്കല്ല, എടാ അത് പട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ്. ഇനി ഇതിന്റെ കുറവേ ഇല്ലു. കടിക്കുന്ന പട്ടിക്ക് ബീഫ് കൊടുക്കാൻ വേണ്ടിട്ട് പണിയില്ലേ കേട്ടാ. ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം. എടാ, അതിൽ വിഷം ചേർത്തിട്ടുണ്ട്. നമ്മളെ ശല്യം ചെയ്യണ പട്ടികളില്ലേ റോട്ടിൽ കൂടെ ഉള്ളത്, അവറ്റയ്ക്ക് വിഷം വെച്ചിട്ടുള്ള ഈ ബീഫ് കൊടുക്കണം. നീയാണത് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ പട്ടികളെ കൊല്ലണ്ടേ? എല്ലാത്തിനും കൊല്ലണം. രാവിലെ പത്രം ഇടാൻ പോകുമ്പോ റോഡ് സൈഡിൽ ഇങ്ങനെ പട്ടികളെ കാണില്ലേ? കാണില്ലേ? അപ്പൊ നീ ഒരു 4 കഷ്ണം ബീഫ് അവിടെ ഇട്ട് കൊടുക്കുക. അപ്പൊ പട്ടി വന്നത് തിന്നോളൂ. പട്ടിയുടെ മുമ്പിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നീ പത്രം ഇട്ടിട്ട് തിരിച്ചു വരുമ്പോ നോക്ക്, ഈ ഇറച്ചി തിന്ന പട്ടികളൊക്കെ ഇങ്ങനെ ചത്ത് വെറുകളിച്ച് കിടക്കണ്ടാവും. നമുക്കത് പോരെ? അതന്നല്ലേ വേണ്ടത്.